അതിനിപ്പോ ഞാൻ എന്നാ വേണം? തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കണ്ട പെമ്പിള്ളേരുടെ ഫോട്ടോ ആയിട്ട് കൊണ്ട് കളിക്കാൻ. സാർ ഇവളെ ശരിക്കും നോക്കിക്കേ. എവിടെങ്കിലും വെച്ച് കണ്ട് പരിചയമുണ്ടോ? ഒരുമാതിരി മാമാ പരിപാടിയും കൂടെ എന്റെ തന്നുണ്ടല്ലോ. താൻ കുറച്ച് ഡീസന്റ് ആണെന്നാ ഞാൻ വിചാരിച്ച്. വെറും തറക്കേസല്ല, വെരി എക്സ്പെൻസീവ്. ഒരു രാജ്യത്തിന്റെ വില മതിക്കുന്ന സുന്ദരി, സിംഗപ്പൂർ സിറ്റിസൺഷിപ്പ് ഉള്ള മലയാളി, കടക്കണ്ണിൽ 1000 ബുദ്ധിജീവികളെ വീഴ്ത്താനുള്ള വശീകരണ മന്ത്രവും, ശരീരത്തിന് 1 കോടി ഫ്ലോപ്പി ഡിസ്കുകൾ ആകർഷിക്കാനുള്ള കാന്തശക്തിയും, മണിപ്പേഴ്സിൽ ആകാശത്തേക്ക് കുതിച്ചുയരുന്ന ഏത് റോക്കറ്റും നിലംപൊത്തി വീഴ്ത്താനുള്ള പണക്കൊഴുപ്പും. ഇവളെ സാറിനൊന്ന് പരിചയപ്പെടണ്ടേ? ആക്ച്വലി തനിക്ക് വട്ടുണ്ടോ? ആ, ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും ഉണ്ടാവും. പക്ഷേ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചൊന്നും വരില്ല. ഇന്നിവിടെ ഗോപാലകൃഷ്ണൻ നമ്പ്യാർ സാറിന്റെ ഒരു ചിരകാല സ്വപ്നം സഫലീകരിക്കുകയാണ്. നാഗർകോവിലിനടുത്ത് 1200 ഏക്കർ സ്ഥലം വാങ്ങിയതിന്റെ രജിസ്ട്രേഷൻ ഇന്ന് കഴിഞ്ഞു. സോ വി ആർ സെലിബ്രേറ്റിംഗ് ഹിയർ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ നമ്പ്യാർ. താങ്ക് യു ആൻഡ് ചിയേഴ്സ്. Come on. Excuse me. Excuse me. ആരാണ് മിസ്റ്റർ ശിവാനന്ദൻ? Yes, I am Shivanandan. What can I do for you? Please wait. Who is Mr. Gopalakrishnan Nambiar? I am Gopalakrishnan Nambiar. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. What nonsense you are talking? What is the charge? ചാർജോ? നിങ്ങൾ രണ്ടുപേരും കൂടി രാജ്യത്തിന് ചെയ്ത മഹത്തായ സേവനത്തിന് അവാർഡ് പൊളുത്താൻ നടക്കണായിക്കോട്ട്. ഫാബ്രിക്കേഷൻ എഞ്ചിനീയർ ശിവാനന്ദൻ, തനിക്ക് എത്ര രൂപ ശമ്പളമുണ്ട്? എല്ലാം കൂടി ചേർന്ന് 7500 രൂപയ്ക്ക് അടുത്തുണ്ട്. 7500 രൂപ ശമ്പളമുള്ള തനിക്ക് 56 ലക്ഷം രൂപയുടെ സ്വത്ത് അതെങ്ങനെ ഒത്തു ശിവാനന്ദ? അത് പിന്നെ ചില സൈഡ് ബിസിനസ് ഒക്കെ. നിനക്ക് ചാരായ മാറ്റോടാ അവന്റെ ഒരു സൈഡ് ബിസിനസ്. ഇവളത് അറിയോ? ഇല്ല, ഇവിടെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അവളുടെ മൂലവും പൂരാടവും അരച്ചു കലക്കി കുടിച്ച നിനക്ക് അവളെ ഓർമ്മയില്ല അല്ലേ? പറയാം സാർ, എന്നെ തല്ലരുത്, ഞാൻ പറയാം. തമിഴ്നാട്ടിലെ ചെമ്മീൻ വളർത്തൽ കേന്ദ്രം, ബാംഗ്ലൂരിൽ കെട്ടിട നിർമ്മാണ കമ്പനി, നാഗർകോവിൽ 1500 ഏക്കർ സ്ഥലം. നീ കൊള്ളാലോടാ ഗോപാലകൃഷ്ണ. ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? രാത്രിയും പകലും കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് സാർ. രാത്രിയും പകലും കഷ്ടപ്പെടാ. ഇതിന്റെ കൂടെ നിനക്ക് മാമാപ്പള്ളി ഉണ്ടായിരുന്നൂടാ. ആകാശത്തിലേക്ക് വിട്ട റോക്കറ്റ് കടലിലേക്ക് തിരിച്ചുവിടാൻ നീ എത്ര ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി? അങ്ങനെയൊന്നും ഇല്ല സാർ. നിന്റെ അമ്മായിയമ്മയുടെ 16 അടിയന്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനറിയോ? അറിയാം, ഗുഹൻ മേനോൻ. ഗുഹൻ മേനോൻ, ബദ്ദാപൂർ സ്പേസ് റിസർച്ച് സെന്ററിലെ സയന്റിസ്റ്റ്. അദ്ദേഹത്തെ കാണാതായിട്ട് വളരെ നാളുകളായി. നിനക്ക് അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഇല്ല സാർ, എനിക്കൊന്നും അറിയില്ല. നിന്റെ കീച്ചിപ്പാപ്പയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയാം സാർ, പറയാം, ഞാൻ പറയാം. ഗുഹൻ മേനോനെ കൊന്നതാണ്. ആരെ? ആരാണെന്ന് അറിയില്ല. ശിവാനന്ദൻ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. കൊന്നെന്നോ മറവേന്നോ ഒക്കെ. എക്സലന്റ് മിസ്റ്റർ അലക്സാണ്ടർ, ഞാൻ ആകെ ത്രിൽഡ് ആണ്. യു ആർ ഗ്രേറ്റ്. എന്നേക്കാൾ കഴിവുള്ള ഓഫീസറാണ് നിങ്ങൾ. സാർ, ഞാൻ ഒന്നും പറയണ്ട. കഴിഞ്ഞ 20 വർഷമായി എനിക്ക് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിജയമാണ് മിസ്റ്റർ അലക്സാണ്ടർ നേടിയെടുത്തിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതോ? സാർ, ഇതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടേണ്ടതല്ലേ? നോനോ, അത് തന്റെ വിശാല മനസ്കത കൊണ്ട് പറയുന്നതാ. 1 മാസത്തിനുള്ളിൽ 2 നിർണായകമായ കണ്ടെത്തലുകൾ. ഗ്രേറ്റ്.
തന്റെ സീനിയർ ഓഫീസറാണെന്ന് പറയുന്നത് എനിക്ക് കൂടി അഭിമാനമാണോ? സാർ, ഞാൻ മുഴുവൻ പറഞ്ഞില്ല. എനിക്കൊന്നും കേൾക്കണ്ട. പ്രതികളെ നാളെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കുക. താൻ അങ്ങോട്ട് വരണമെന്നില്ല. പവിത്രനെ ആ ചുമതല ഏൽപ്പിക്കുക. സാർ, അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഈ സ്ഫോടനത്തിന്റെ കേസ് താൻ തെളിയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്സ്. നമ്പ്യാരും ശിവാനന്ദനും അറസ്റ്റിലായ സ്ഥിതിക്ക് റാണയിലേക്കുള്ള വഴി ഇനി സ്മൂത്ത് ആണെന്ന് ധരിക്കാറായിട്ടില്ല. കൈമാറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഫ്ലോപ്പി ഡിസ്കുകളുടെ എന്തെങ്കിലും ഒരു ട്രേസ് നമുക്ക് കിട്ടിയേ തീരും. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ അയാൾ അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞിരിക്കാനാണ് സാധ്യത. അലക്സാണ്ടർ ആണെന്ന് തോന്നുന്നു. താനത് എവിടെയായിരുന്നു ഉടുമ്പുചോലെ? 2 ദിവസമായിട്ട് തന്നെ ഞാൻ അന്വേഷിക്കുകയല്ലേ? അല്ല, ഞങ്ങൾ ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലം ചുളുവിന് കിട്ടിയിട്ട് അതിന്റെ ഒരു ചുറ്റിക്കളിയായിട്ട് അല്ലേ? താൻ ഇനി ഒരു സ്ഥലവും നോക്കണ്ട, പുല്ലും നോക്കണ്ട. എനിക്കൊരു കാര്യം മനസ്സിലായിടൂ. തനിക്കൊക്കെ പറ്റിയത് പോലീസ് ഉദ്യോഗമാണോ? ശവക്കുഴി തോണ്ടാൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് വട്ടാണെന്ന്. ഇപ്പൊ കണ്ടോ, IG വന്നിട്ട് എന്തൊരു അപ്രീസിയേഷനാ. എനിക്കാണെങ്കിൽ ഒരു മാതിരി ഞാനല്ല ഇത് കണ്ടുപിടിച്ചത് പറയാനൊക്കൂ. സന്തോഷം കൊണ്ട് അങ്ങേര് എന്നെ കടിച്ചു കീറി തിന്നില്ലെന്നേ ഉള്ളൂ. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് എനിക്കല്ല കിട്ടേണ്ടത്, നിങ്ങൾക്കാ. കേട്ടോടോ ഇൻസ്പെക്ടറി? ഓ, ഞങ്ങളൊരു തമാശക്ക്. ഇത് തമാശയല്ലടോ. ഈ കേസൊന്ന് തെളിഞ്ഞോട്ടെ. എന്റെ പൊസിഷൻ എവിടെയായിരിക്കും അറിയാവോ? പ്രമോഷന്റെ പെരളിയായിരിക്കും. എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത് എനിക്ക് അറിയാനും വരാ. അവസാനം ഞാനൊന്ന് തീരുമാനിച്ചു. ഇത് കണ്ടോ, 1ാം തരം സ്കോച്ചാ. നമുക്കൊന്ന് കൂടാം. അയ്യോ അല്ല, ഞങ്ങൾ ഈ മദ്യം അങ്ങനെ ഉളുമ്പു ജോലക്കാരൻ കള്ളു കുടിക്കരുതോ? അതൊക്കെ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. നമുക്കിതൊന്നും അടിച്ചു പൊളിച്ചില്ലെങ്കിൽ എനിക്കിന്ന് കിടന്ന് ഉറങ്ങാനൊക്കത്തില്ല. വാടോ. ഈ അറസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയാമോ? No, no, please, ഒന്നങ്ങോട്ട് മാറൂ. സർ, സർ, പ്ലീസ് സർ. സർ. പവിത്രൻ, വരൂ. ഈ ഔട്ട് പോസ്റ്റിന്റെ പരിമിതിയിൽ നമുക്ക് ഇത്രയൊക്കെ സെക്യൂരിറ്റി ഉണ്ട്. എന്നാൽ ഇവരെ സുരക്ഷിതമായ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ എല്ലാം പവിത്രനെ ഏൽപ്പിക്കുന്നു. സർ, ബി കെയർഫുൾ. ഷുവർ സർ. വണ്ടി എടുക്കാം. Sir, a gift for you. Thank you. Sir, please come. Yes? സർ, ഈ സ്ഫോടനത്തെ കുറിച്ച് സാറൊന്ന് വിശദീകരിക്കാം. എനിക്കിപ്പോ സൗകര്യമില്ല. താങ്കൾ അന്വേഷിക്കുന്ന ഈ കേസിലെ പ്രതികളെല്ലാം കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശം? കോപ്പ് ചെയ്യാൻ ഒന്ന് നിർത്തണോ? മനുഷ്യനിവിടെ അണ്ടം പറഞ്ഞിരിക്കുക. അതിനല്ല തന്റെ ഒക്കെ ഒരു വിസ്താരം. സമയമാകുമ്പോ ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞോളാം. അല്ല പിന്നെ സർ. കുടുംബം ജോലി. സർ, പ്രതികളൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടൂ. ശകലം ജീവൻ ബാക്കിയുണ്ടായിരുന്ന ശിവാനന്ദനാ. ഇപ്പൊ അവനും പോയി. ആകപ്പാടെ കുളമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദൈവാധീനം കൊണ്ട് പവിത്രം മാത്രം രക്ഷപ്പെട്ടു. അയാളുടെ ഇടതുഭാഗം കുറച്ച് പൊള്ളി തൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പവിത്രന് ബോധമൊക്കെ ഉണ്ട്. ഞാനിപ്പോ സംസാരിച്ചേ ഉള്ളൂ. ബോംബ് വെച്ചൊന്ന് അയക്കം പിടിയിട്ടിട്ടില്ലാന്ന് എന്ത് ചെയ്യുമെന്ന് പറ. ഞങ്ങൾക്ക് പവിത്രനെ ഒന്ന് കാണാൻ പറ്റുമോ? നിങ്ങൾ മാത്രം പോയാൽ ചിലപ്പോ കയറ്റി വിട്ടെന്ന് വരികയില്ല. വേല ഇതാ, ഇവരുടെ കൂടെ ചെല്ലേ. അപ്പൊ ഞങ്ങൾ കണ്ടിട്ട് അങ്ങ് വരാൻ സാർ. ഇവന്മാർക്ക് വേറെ ജോലിയില്ലേ? ദൈവാധീനം. ഇടദോഷം കുറച്ച് പൊള്ളിയിട്ടുണ്ട്. പിന്നെ മുഖത്ത് ഈ ചെറിയ എന്താ സംഭവിച്ചതെന്ന് ശരിക്കും ഓർക്കുന്നുണ്ടോ? എന്തോ ഭയങ്കര ശബ്ദം കേട്ടത് ഓർമ്മയുണ്ട്. പിന്നൊന്നും ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോ ഞാൻ ഈ ആശുപത്രിയില. വീട്ടിലാർക്കെങ്കിലും ഫോൺ ചെയ്ത് പറയാൻ പറ്റ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം. വേണ്ട, അവിടെ ഇപ്പൊ ആരുമില്ല. എവിടെ വെച്ചാണ് നടന്നത്? കൃഷ്ണപുരത്തിനപ്പുറം ഏർവാടി എന്ന് പറയും. ഏതാണ്ട് അതിനടുത്ത് വെച്ചാന്ന് തോന്നുന്നു. ഓ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അധികം സ്ട്രെയിൻ എടുക്കണ്ട, ഒന്ന് ഉറങ്ങിക്കോളൂ.
ഇതാണ് ബ്ലാസ്റ്റ് നടന്ന സ്ഥലം. ഈ ജീപ്പിൽ SI പവിത്രൻ എവിടെയായിരിക്കും ഇരുന്നിരിക്കുക? സാധാരണഗതിയിൽ മുൻസീറ്റിൽ അടുത്ത ഭാഗത്ത്. യെസ്. ബ്ലാസ്റ്റിൽ ജീപ്പ് പരിപൂർണമായി നശിച്ചു. പവിത്രന്റെ അടുത്തിരുന്ന ഡ്രൈവറും പിന്നിലിരുന്ന വിറ്റ്നസും പോലീസുകാരും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കരിഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ടും പവിത്രൻ മാത്രം രക്ഷപ്പെട്ടു. പവിത്രന്റെ ഇഞ്ചുറി ഏത് ഭാഗത്താണ്? ഇടത്ത ഭാഗത്ത്. വലതു ഭാഗത്തിരുന്ന ഡ്രൈവറും പിന്നിലിരുന്ന മുഴുവൻ ആൾക്കാരും കത്തിക്കരിഞ്ഞു പോയിട്ടും പവിത്രന്റെ പരിക്ക് ഇടതു ഭാഗം. അതായത് വലതു ഭാഗത്ത് ഒരു കുഴപ്പവും ഇല്ലെന്ന് മാത്രമല്ല, ഇടതു ഭാഗത്ത് ഇഞ്ചുറി ഉണ്ട് താനും. സോ ദാറ്റ് മേ ബി എ ക്രിയേറ്റഡ് വൺ. ഇടതു ഭാഗത്തെ ഇഞ്ചുറി ശരിക്കുള്ളതല്ല. ഒരു പോറല് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിപ്പിക്കാൻ പ്രയാസമായതുകൊണ്ട് പവിത്രൻ മനഃപൂർവ്വം സൃഷ്ടിച്ച ഒന്ന്. ഈ സ്ഥിതിക്ക് നമുക്ക് എന്ത് തീരുമാനിക്കാം? നോ ഡൗട്ട്. സംഭവം നടന്ന സമയത്ത് പവിത്രൻ ജീപ്പിൽ ഉണ്ടായിരുന്നില്ല. ഐ മീൻ, ബ്ലാസ്റ്റിന് മുമ്പ് അയാൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. സോ വളരെ നിർണായകമായ സാക്ഷികളെ നശിപ്പിക്കാൻ അയാൾ ആർക്കോ കൂട്ടുനിന്നിരിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ വഴിയേ ഉള്ളൂ. കുഞ്ഞുനാളെ കുടിച്ച മുലപ്പാലിന്റെ രുചി വായി വരുന്നമാരുള്ള ഇടിയിടിക്കുക. അടിവേർ നോക്കി അവന്റെ അപ്പ സത്യം പറയും. അത് മാത്രം ഇങ്ങോട്ട് വിട്ടുതരാമോ? ഡൺ. എന്താ പവിത്ര, കുഴപ്പമല്ലോ ഉണ്ടായ? എന്നിട്ട് എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. അതെ, പവിത്രൻ ഇനി ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. വാ അല്ലാതെ ഞാൻ വാ, വരൂന്നേ പറയാം.